നന്ദനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അറിയില്ല എന്ന് വെച്ചാ അറിയില്ല. ശരി മാഡം, ഞാൻ ഒരിക്കൽ കൂടി വരും. അന്ന് മാഡത്തിനെ കൊണ്ട് പലതിനും ഞാൻ ഉത്തരം പറയിപ്പിക്കും. എനിക്ക് എന്റെ മോനെ കിട്ടിയ മതി. അവനെ അങ്ങ് തള്ളിക്കളഞ്ഞൊക്കെയല്ലേ നീ. എന്നിട്ട് ചോദിക്കുമ്പോഴൊക്കെ ഇപ്പൊ ശരിയാവും എന്ന് പറയുന്നു. സാറ് കഴിക്കോ? എന്താ തന്നെ അടിക്കോന്ന് വേണേ പറഞ്ഞോ, കുപ്പി വരുത്താം. എനിക്ക് അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതൊന്ന് പറ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഈ ചെയ്യുന്നത് വീട്ടുകാരുടെ വിഷമം മാറ്റാൻ നന്ദൻ ഇപ്പൊ പുറത്തിറങ്ങിയാൽ അവര് കൂടുതൽ വിഷമിക്കേണ്ടി വരും. നന്ദൻ, ഞാൻ സത്യമായിട്ട് പറയാ, നിന്റെ ചോരയ്ക്ക് ദാഹിക്കുന്ന പലരും നിന്നെ കിട്ടാൻ കാത്തിരിക്കും. ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാ. അവന്റെ കുരുതിക്കുള്ള തീയതിയും സമയവും കുറിപ്പിച്ചോ. ഏയ്, അവനൊരു സംശയമില്ല, ഞങ്ങളിപ്പോ വലിയ കൂട്ടുകാരാണ്. അവന്റെ രക്ഷകനായിട്ടാ എന്നെ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ ഇന്നു മുതൽ അവന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി. കൃത്യസമയത്ത് എത്തിക്കാം. രാവിലെ പാർട്ടി ഓഫീസിലൊന്ന് പോകണം. അത് കഴിഞ്ഞ് കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അവിടുന്ന് നേരെ അങ്ങോട്ട് വന്നോളാം. ശരി ഉള്ളേട്ടാ, ഒരല്പം കൂടി സ്പീഡ് കൂട്ടിയാലോ? അച്ഛനെയും വിളിച്ചിട്ട് വേണം പോവാൻ. രാധാകൃഷ്ണൻ മിനിസ്റ്ററോട് സമയം പറഞ്ഞിട്ടുണ്ട്. മിനിസ്റ്ററെയും കൂട്ടി സിഎമ്മിനെ കാണാൻ പറ്റുമോ നോക്കണം. ഞാനൊരു കാര്യം ചോദിക്കുന്നതിൽ വിഷമം തോന്നരുത്. എന്താ മുരളേട്ടാ? മുഖ്യമന്ത്രിയോട് നന്ദന്റെ കാര്യം പറഞ്ഞ മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും അതിൽ ഇടപെടാൻ പോകുന്നത്? അല്ല, പോലീസ് ഇടപെട്ടതുപോലെ വേറൊരു രീതിയിലല്ലേ? അല്ല, മുഖ്യമന്ത്രിക്ക് അച്ഛനെ വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമാണ്. എന്നോടും സ്നേഹമുണ്ടെന്നാ പലരും പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി അനുകൂലമായിട്ട് ഇടപെടും. ദേവികേ, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള രീതികളൊക്കെ നമുക്കങ്ങ് മാറ്റാം. ഞാനൊരു ഐഡിയ പറയാം. എന്താ മുരളേട്ടാ? നമുക്ക് സിറ്റിയിലെ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചാലോ? എന്താ ഏൽപ്പിച്ചാലോന്ന്? നന്ദനെ കണ്ടുപിടിക്കാനുള്ള ചുമതല. എന്നിട്ട് ദേവിക, അവർക്ക് കൃത്യമായ റൂട്ട്സും കണക്ഷൻസും ഉണ്ടാവും. ഈ സംഭവം പറയുമ്പോൾ തന്നെ പുറകിൽ ആരാണെന്ന് അവർക്ക് ഊഹിക്കാൻ പറ്റും. ബാക്കിയൊക്കെ അവരങ്ങ് ചെയ്തോളൂ. നന്ദനെ അവർ കണ്ടുപിടിക്കും. ദേവിക MLA ആണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദേവിക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടായിരിക്കും. ദേവിക, എനിക്ക് കാര്യങ്ങൾ ഇവിടെ സമ്മതം മാത്രം തന്നാൽ മതി, ഞാൻ ഇറങ്ങാം. മുരളേട്ടാ, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ? എന്താ ദേവിക? നന്ദുവിനെ ആരുടെ ചുമതലയല്ല നമ്മൾ താമസിപ്പിച്ചിരുന്നത്? എസ്തപ്പഞ്ചേട്ടന്റെ വീട്ടിലല്ലേ? എസ്തപ്പഞ്ചേട്ടൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ മുരളേട്ടന് അറിയാലോ. അവിടുന്ന് നന്ദുവിനൊരു ടീം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ തന്നെ ഊഹിക്കാലോ ഇതിന്റെ പിന്നിലുള്ളവരുടെ ശക്തി. നിയമത്തിനും പോലീസിനും മാത്രമേ ഈ സാഹചര്യത്തിൽ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. എസ്തപ്പഞ്ചേട്ടൻ ഇപ്പൊ ക്രിമിനൽ അല്ല. നമ്മൾ
ഗുണ്ടകളൊക്കെ ആശ്രയിക്കാൻ പോയാ നമ്മൾ വിചാരിക്കും പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എത്താൻ പോകുന്നത്. CM-നെ കണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം കൂടെ നിൽക്കും. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എന്താ CP? ത്യാഗരാജനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു മാഡം. മൈസൂരിലും മംഗലാപുരത്തും ഒക്കെ തിരക്കി. അവസാനം വിവരം കിട്ടി. എന്താണ്? ത്യാഗരാജൻ ഇപ്പോൾ മുംബൈയിലാണ്. കഴിഞ്ഞ 3 മാസമായി അയാൾ ആശുപത്രിയിലുമാണ്. ആശുപത്രിയിലോ? സീരിയസ് ആയ എന്തോ കേസാണ്. പഴയ കുടിപ്പകയിൽപ്പെട്ടതെന്നാ അറിയാൻ കഴിഞ്ഞത്. ഋഷിയുടെയും നന്ദന്റെയും മിസ്സിങ്ങിൽ അയാൾക്ക് കയ്യില്ല, അത് ഉറപ്പിക്കാം. തീർച്ചയാണോ CP? അതെ മാഡം. എന്റെ ഒരു പരിചയക്കാരൻ ആശുപത്രിയിൽ ചെന്ന് ത്യാഗരാജനെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. വടിവാള് കൊണ്ട് കാലിന് വെട്ടേറ്റു എന്നാ പറയുന്നത്. ത്യാഗരാജൻ അല്ല മാഡം ഇതിന് പറയും. അതുമല്ല, അയാൾ ഇതുപോലുള്ള ക്രിമിനൽ പരിപാടികൾ അവസാനിപ്പിച്ചു എന്ന് അറിയുന്നു. അപ്പൊ പിന്നെ ഋഷി എങ്ങോട്ടാ പോയത്? ഓഫീസും കമ്പനിയൊക്കെ അടച്ചുപൂട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ തോന്നുന്നത്. മോനില്ലാത്തൊരു ലോകത്ത് എന്തിനാ അമ്മ ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നത്? മതിയായി. മാഡം വിഷമിക്കാം. മുമ്പ് ഋഷി മരിച്ചു എന്ന് വരെ ഉറപ്പിച്ച അവസരത്തിലല്ലേ ഒരു ദിവസം അവൻ നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നത്. വീണ്ടും അത് സംഭവിക്കും മാഡം. ഋഷി വരും. ഇല്ല CP, ഇത്തവണ അവനെ കാണാതായത് എന്നെ വല്ലാണ്ട് പേടിപ്പെടുത്തുക. പഴയതുപോലെ അവനായിട്ട് മാറി നിൽക്കുന്നല്ല. വളരെ കണക്ക് കൂട്ടി ഏതോ ഒരാളോ ഒരു സംഘമോ അവന്റെ പിറകിലുണ്ട്. CP, മാഡം, ആ കെവിന്റെയും ഇസബെല്ലയുടെയും എന്തെങ്കിലും കള്ളക്കളികളുണ്ടോ ഇതിന്റെ പിറകിൽ? അല്ല മാഡം, അവര് ഉറപ്പിക്കാൻ വയ്യ. ആരെയും ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മാഡം, എനിക്കെന്തോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഭയം ഇപ്പോഴില്ല. അതെന്താ? എയർപോർട്ടിലെ എമിഗ്രേഷൻ പ്രശ്നങ്ങളാ കുരുങ്ങിപ്പോകുന്നൊക്കെ പേടിച്ചു കാണും. ഈ രാജ്യം വിട്ടാ കൂടുതൽ കുഴപ്പങ്ങളാവുമെന്ന് സംശയിച്ചു കാണും. അങ്ങനെ മാറിയതായിരിക്കും മാഡം. അങ്ങനെ ആയിരിക്കോ CP സംഭവിച്ചത്? അതെ മാഡം. മാഡത്തെ വിളിച്ചു പറഞ്ഞാൽ വിഷമിക്കുന്നു വെച്ചിട്ടാവും ഋഷി ഫോൺ ചെയ്യാത്തത്. കൃത്യസമയത്ത് ഋഷി വിളിക്കും, അല്ലെങ്കിൽ നേരിട്ട് വരും. മാഡം സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കും. CP പറയുന്ന കേൾക്കുമ്പോ എന്തൊരു ആശ്വാസം തോന്നുന്നുണ്ട്. സമാധാനമായിട്ടിരിക്കും മാഡം. ഋഷിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. സത്യം. ഹലോ. ആ, അത് മതി. ദേവിക വന്ന ഉടനെ ഞാൻ ഇറങ്ങും. ശരി. സിദ്ധു, പോലീസ്, മന്ത്രി, മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ ഒന്നിനും ഒരു ഫലവും കാണുന്നില്ലല്ലോ. ഞാൻ എന്റെ മോനെ കണ്ടിട്ട് ദിവസം എത്രയായി? പ്രഭ, താനിങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ? ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. സ്വന്തം മകന്റെ കാര്യത്തിൽ കാണിക്കേണ്ട ഗൗരവം സിദ്ധുവിനില്ല. പ്രഭ, രാവിലെ തന്നെ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ. താനൊന്ന് സമാധാനിക്കും.
എന്തായാലും മിനിസ്റ്ററെയും കണ്ട് മുഖ്യമന്ത്രിയും കാണണം. വിഷമിക്കാതെ പ്രഭ, പ്രതീക്ഷ കൈവിട്ട് കളയാതെ സമാധാനമായിട്ടിരിക്കും. അച്ഛാ ഇറങ്ങാം. ആ പോവാം മോളെ. പ്രഭ, ഞങ്ങൾ പോയിട്ട് വരാം. താൻ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ഇല്ല. അമ്മേ പ്രയാസപ്പെടാതെ, എല്ലാം നേരെയാവും. എന്ത് നേരെയാവുന്നാ? ഞാനിപ്പോ സിദ്ധുവിനോട് പറയായിരുന്നു, നിങ്ങൾ ഇപ്പൊ നടത്തുന്നത് വെറും സമയം പാഴാക്കലും മാത്രം. എത്രയും പെട്ടെന്നൊരു പത്രസമ്മേളനം വിളിക്കണം. നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഞാൻ സംസാരിക്കാം പത്രക്കാരോട്. അമ്മേ അതൊക്കെ കൂടുതൽ കുഴപ്പങ്ങളിലേക്കായിരിക്കും എത്തിക്കുന്നത്. എന്ത് കുഴപ്പം? ഋഷിയുടെ കൊലപാതകമൊക്കെ ജനങ്ങൾ അറിയുന്നാണോ? അറിയട്ടെ. അല്ലെങ്കിൽ തന്നെ നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ വേണ്ടിയല്ലേ ഇരുന്നത്? അതിനിടയ്ക്കല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ജനങ്ങൾ അറിയട്ടെ. അവനെ എവിടുന്നെങ്കിലും കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ. കോടതി അവനെ ശിക്ഷിച്ചോട്ടെ. എന്റെ മോൻ ജീവനോടെ ഉണ്ടെന്നെങ്കിൽ ഒരു സമാധാനം കിട്ടുമല്ലോ. ആന്റി, ഞാനും ആന്റി പറയുന്ന പോലെ തന്നെ ആലോചിച്ചിരുന്നത്. ദേവികയോട് അത് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള രീതികൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവര് പറയുന്നതിനൊന്നും ഫലം കാണുന്നില്ലല്ലോ മുരളി. ആന്റി, നന്ദൻ എവിടെയാണെന്നൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ നമുക്ക് മൂവ് ചെയ്യായിരുന്നു. പക്ഷേ എവിടെയാ എന്താ എന്നൊന്നും അറിയില്ലല്ലോ. സർക്കാരോ പോലീസോ ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കും. പോലീസിന് തണുപ്പൻ മട്ടാണെന്ന് പിടികിട്ടി കഴിഞ്ഞില്ലേ മുരളി? ഇന്നിപ്പം മന്ത്രിയെ കാണുന്നു. മന്ത്രിയല്ലമ്മേ, മന്ത്രിയെ കണ്ടിട്ട് മന്ത്രി ഞങ്ങളും കൂടി CM-നെ കാണും. CM വ്യക്തിപരമായി ഇടപെടും. ഇന്നുകൊണ്ട് അന്വേഷണം എല്ലാ ഭാഗത്തും ഊർജിതമാവും. ഇതൊന്നും കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചുമ്മാ ചടങ്ങ് നടത്തുക. ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അയ്യോ അച്ഛാ, പിന്നെ എത്രയെന്നും പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. പ്ലീസ്, കുറെ ദിവസമായി കേട്ട് കേട്ട് മടുത്തു. കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ. പ്രഭ പറയുന്ന കേട്ടാ നന്ദന്റെ മേൽ നമുക്ക് അവകാശമില്ലെന്നും നന്ദനോട് സ്നേഹമില്ലെന്നും തോന്നും. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലീസിനെയും മന്ത്രിയെ ആശ്രയിക്കല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ശരി, പത്രസമ്മേളനം വിളിക്കാം. ആ വാർത്ത നന്ദൻ അപായപ്പെടുത്തിയ സംഘം കാണില്ലേ? അവർക്ക് അടുത്ത തീരുമാനങ്ങൾ എന്തെങ്കിലും എടുത്താ? പ്രഭയെ പോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും നെഞ്ചിൽ തീയായിട്ട് തന്നെ നിൽക്കുന്നത്. എനിക്കും ദേഷ്യവും സങ്കടവും ഒക്കെ ഉണ്ട്. പൊട്ടിത്തെറിക്കണമെന്നും പൊട്ടിക്കരയണമെന്നും ഉണ്ട്. പക്ഷേ ആരോട് ദേഷ്യം കാണിക്കണം? സഹിച്ചേ പറ്റൂ. ആന്റി, അങ്കിള് പറയുന്ന സത്യമായിട്ടുള്ള കാര്യം. അല്പം മാറി നിൽക്കുമ്പോൾ കുറ്റപ്പെടുത്താൻ എളുപ്പം. ഉള്ളിൽ
നിന്ന് ഓരോന്ന് ചെയ്യുമ്പോഴേ അതിന്റെ പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ മനസ്സിലാവും. മുരളി, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ വിഷമിപ്പിച്ചതോ ഒന്നുമല്ല. എനിക്ക് സങ്കടം സഹിക്കുന്നില്ല. നേരത്തെ ഹരിയേട്ടനൊക്കെ കൂടി പറഞ്ഞു എന്താ, ഏറ്റവും നല്ല പ്ലാനിംഗ് ആണ് നടന്നത്. നന്ദനെ സേഫായ സ്ഥലത്തേക്ക് മാറ്റിയെന്ന്. എന്നിട്ട് ഇപ്പൊ ഹരിയേട്ടനെയും കാണാനില്ല. ഹരിയങ്ങൾ എങ്ങും പോയിട്ടില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടമ്മേ. ദേവികെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയണം. എന്താ അമ്മേ? ഇപ്പൊ ഈ നടക്കുന്നതും മുൻപ് നടത്തിയതുപോലെ ഒരു നാടകമാണോ? ഒരു സുപ്രഭാതത്തിൽ അവൻ വീഡിയോ കോളിൽ വരുവോ? ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള പ്ലാനിംഗ് ആയിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിലും ഒരു സൂചന താ, ഒരു ചെറിയ സമാധാനം കിട്ടാനാ. അങ്ങനെയാണോ സിദ്ധു? അമ്മേ, ഇന്ന് മുഖ്യമന്ത്രി കണ്ടു കഴിയുന്നതോടെ ഒക്കെ ശരിയാവും, ഉറപ്പാ. വിശ്വസിക്കാമോ? അമ്മ ധൈര്യമായിട്ടിരിക്കും. ഇന്നും കൂടി ഒന്നും നടക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങും. അത് പിന്നെ നിങ്ങൾക്ക് നാണക്കേടായി എന്ന് പറയരുത്. അങ്ങനെയൊന്നും വേണ്ടി വരില്ല അമ്മേ. അതെ ആന്റി, ആന്റി സമാധാനമായിട്ടിരിക്കുക. മുഖ്യമന്ത്രി പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തു. നമുക്ക് വൈകാതെ തന്നെ നന്ദനെ കുറിച്ച് അറിയാൻ പറ്റും. വാ മോളെ, നമുക്കിറങ്ങാം. അമ്മ സമാധാനമായിട്ടിരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. എന്താ ഇതെന്താ ഒരു ഉഷാറില്ലാതെ കൂട്ടിലടച്ച് വരികനെ പോലെ നടക്കുന്നത്? എന്നെ കൂട്ടിലടച്ചിട്ടിരിക്കല്ലേ? ഓ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാര്, അതല്ലേ? ആ വിട്. ആ, തനിക്ക് വേണ്ടി ഇന്നലെ രാത്രി കുറെ സ്പെഷ്യൽ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് താനൊന്നും കഴിച്ചില്ല എന്ന് ഇവര് പറഞ്ഞു. എന്താ, നീ പട്ടിണി സമരമാണോ? എന്തായാലും നമുക്കേ ബ്രേക്ക്ഫാസ്റ്റ് ഉഷാറാക്കാം. എനിക്കൊന്നും വേണ്ട. ഹേയ്, സ്നേഹത്തോടെ കൊണ്ടുവരുന്നതിനെ കണ്ണടച്ച് നിഷേധിക്കാതെന്നെന്താ? തനിക്ക് ഇപ്പോഴും എന്നെ സംശയമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവര് പറഞ്ഞു നന്ദൻ എന്നെ പറ്റി കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞത് സത്യമാണോ? നന്ദനെ ഞാൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്, അതിനെക്കുറിച്ചൊക്കെ. നിനക്ക് ഇനിയും എന്നെ വിശ്വാസമായില്ല. നോക്ക് എടാ, ഞാൻ സ്ട്രേറ്റ് ഫോർവേഡാ. പറയാനുള്ളതൊക്കെ ഞാൻ നേരിട്ട് പറയും. ഇനിയിപ്പോ ചെയ്യാനുള്ളതാണെങ്കിലോ അതും അങ്ങനെ തന്നെ പറഞ്ഞോണ്ട് ചെയ്യും. ആ സല്ലേ സർ, നീ ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യും. നന്ദൻ്റെ കൂടെ ഞാനും കഴിക്കാം. ശരി സർ. നന്ദ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പ്രകാശൻ, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. എന്റെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കുക. ഇവിടെ തന്നെ എന്നെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്തോട്ടെ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദനെ ഞാൻ വിട്ടുകൊടുക്കില്ലെങ്കിലോ? ഈ ചില കഥകളിലൊക്കെ ഉണ്ടല്ലോ, പരസ്പരം കൊല്ലാൻ നടന്ന ശത്രുക്കൾ ഏതോ ഒരു ഘട്ടത്തിൽ സുഹൃത്തുക്കളായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചത് അത് തന്നെയാണ് നന്ദ. മുമ്പ് ഞാനും നന്ദനും ഏറ്റവും പകയോടെ നടന്നവരാ. ഇന്നിതാ കാലം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ സ്നേഹിതരാക്കിയിരിക്കുന്നു.
വാ നന്ദ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വന്നേ, എനിക്ക് വേണ്ട പ്രകാശം. അത് ശരിയല്ല. എടാ, എനിക്കാണെങ്കിൽ നേരത്തെ മുതലേ നല്ല വിശപ്പാണ്. പക്ഷെ നമ്മൾ ഒരുമിച്ച് കഴിക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിശപ്പങ്ങ് സഹിച്ചു. നീ വന്നേ, എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നീ തല്ലു വാങ്ങിക്കേ, കളിക്കാതെ വന്നേ. പ്രകാശ്, വാ നന്ദ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞേ? വന്നേ, പ്രകാശ്. മറ്റൊന്നുമല്ല, നന്ദനെ കാണാത്തതിന്റെ പുറകിലല്ലേ ഇസബെല്ല. എങ്ങനെ അവനെ കണ്ടെത്തിയേ പറ്റുമെന്ന് പറഞ്ഞ് നടക്കുക. തിരിച്ചു വരുമ്പോൾ വിളിക്കാൻ പറയാം. ആൻറ്റി, ആൻറ്റി, ഇസബെല്ല ഇവിടെ ഇല്ല. സാരല്ല, അവള് വരട്ടെ. എനിക്ക് ധൃതിയില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇസബെല്ലയും കാണണം, ഋഷിയെയും കാണണം. എന്താ ആൻറ്റി? ഞാൻ ഋഷിയെ കാണാനാ വന്നേന്ന്. അവൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. ആൻറ്റി, ഋഷിയെ കാണാതായതിന്റെ പിറകില് ഇസബെല്ല തന്നെയാ. എനിക്ക് ഇന്ന് എന്റെ മോനെ കാണണം. ഋഷിയെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോവും. ആൻറ്റി, ഞാൻ സത്യം ചെയ്ത് പറയാം, ഋഷിയെ കാണാനില്ലാത്തതിൽ ഞങ്ങളാകെ വിഷമത്തില്ല. ഋഷിക്ക് എന്തു പറ്റിയെന്നോ അവൻ എങ്ങോട്ട് പോയെന്നോ എനിക്കോ ഇസബെല്ലയ്ക്കോ അറിയില്ല. എന്റെ മുമ്പിൽ അഭിനയിക്കണ്ട കെവിൻ. നന്ദനെതിരെയുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പാവ എന്റെ മോനെ നിങ്ങളെ ഇരയാക്കുമായിരുന്നു. അയ്യോ ആൻറ്റി, അവന്റെ പ്രതികാരത്തിന് കൂട്ടു നിൽക്കുക മട്ടില് നിങ്ങൾ അവനെ ഉപയോഗിക്കായിരുന്നു. അയ്യോ, എനിക്കെല്ലാം മനസ്സിലായി കെവിൻ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. ആൻറ്റി, ഇസബെല്ല വരട്ടെ, ഞാൻ കാത്തു വെക്കാം. ആൻറ്റി, ഒക്കെ ആൻറ്റിയുടെ തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ ഋഷിയുടെ കാര്യത്തിൽ നമുക്കൊക്കെ ഇടയിൽ മറ്റാരോ കിടന്ന് കളിക്കുകയാണ്. ഇപ്പം നടന്ന ഈ കുഴപ്പങ്ങൾക്ക് പിന്നിൽ വേറെ ആരോ ഉണ്ട്. നിർത്തു കെവിൻ. നിങ്ങളെക്കാൾ വലിയ കുഴപ്പക്കാര് വേറെ ആരുമില്ല. നന്ദന് വശത്താക്കി സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഒരു കൊലപാതകം കൃത്രിമമായി സൃഷ്ടിച്ച് എല്ലാവരും വിശ്വസിപ്പിച്ചവരല്ലേ നിങ്ങൾ? ഇപ്പോ നിങ്ങൾ അടുത്ത എന്തോ ഒരു നീക്കം നടത്തിയിരിക്കുക. അതിനു വേണ്ടി ഋഷി ഉപയോഗിച്ചിരിക്കുന്നു.